ഈ വീഡിയോയിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം പാകിസ്ഥാനിൽ J-17 എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടല്ലോ, തണ്ടർ. ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ എല്ലാം തന്നെ 40% ചൈനയിലും 60% പാകിസ്ഥാനിലുമാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിലവിൽ ഈ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റോങ് പ്രൊപ്പഗണ്ട, അതൊരു മാധ്യമ നറേറ്റീവാണ്. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് J-17 ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്, ആഗോളതലത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് എന്നുള്ള നിലയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. അതിനെ ശരിവെച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിലും ചില ബിരുദന്മാർ വാർത്തകൾ അടിച്ചിറക്കുകയുണ്ടായി. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട സത്യാവസ്ഥ ഇപ്പം ശരിക്കും ഫ്രഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തി ഈ പാകിസ്ഥാൻ്റെ JF-17 ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തള്ളുകളെല്ലാം തന്നെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് പൊളിയാനുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കേണ്ടത്, ഈ J-17 ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ J-10 ആ ഒരു മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് J-10 കോപ്പിയാണത്. ചൈന തന്നെ കോപ്പിയാണ്, ആ കോപ്പിയിൽ നിന്നും കോപ്പി. പാകിസ്ഥാനെ ചൈന ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു വിഷയമാണ്. എനിവേ, അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരാണ്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ, അതായത് തുടരെ ജനുവരി 7 ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാൻ J-17 ഡീൽ ഉറപ്പിച്ചതായിട്ട് വാർത്ത വരുന്നു. ജനുവരി 8 സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് J-17 ഡീൽ ഉറപ്പിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു. ജനുവരി 9 സുഡാൻ പാകിസ്ഥാനുമായിട്ട് J-17 ഡീൽ ഉറപ്പിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യവുമായിട്ടും ഡിഫൻസ് ഡീൽ ഇത്ര അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കില്ല. ഇത് പ്രാക്ടിക്കാലിറ്റി വേണം ഇതിനകത്ത്. ഇത് ശരിക്കും കണ്ണും പൂട്ടി ഏതോ ഒരു പൊട്ടൻ അടിച്ചിറക്കിയ വാർത്തയാണ്. ആ പൊട്ടൻ്റെ പേര് സഹിതം ഫ്രഞ്ച് മാധ്യമം കണ്ടെത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് റഫേലിനെതിരെ ശക്തമായ രീതിയിലുള്ള ഡിഫൻസ് കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തു എന്നുള്ള നിലയിലാണ് വാർത്തകൾ അടിച്ചിറക്കിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ പരാജയമാണ്. ശരിക്കും അതിനെ മറച്ചു വെക്കാനായിട്ട് ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ എന്നുള്ള നിലയിലാണ് ഇവർ J-17 ഉയർത്തി കാണിച്ചുകൊണ്ട് റഫേലിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ ഇത് ഫ്രാൻസിലുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇത് കണ്ടോണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ റഫേൽ ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് 100% ഉറപ്പോടുകൂടി പുറത്തു പറഞ്ഞ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ എഫിഷ്യൻസി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ പണിയെടുത്തു. ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, തറവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. അതായത് ഇവരുടെ അടുത്ത് നിന്ന് J-17 വാങ്ങിച്ച ആൾക്കാരുടെ പ്രതികരണങ്ങൾ എന്താണ്, ഇവർ J-17 ആർക്കൊക്കെ സത്യസന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പം നിലവിൽ ഇവർ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളുടെ സത്യസന്ധത എന്താണ്. അതായത് 7 8 9 തുടരെ ഫൈറ്റർ ജെറ്റ് വിൽക്കുകയാണ്. ഇതെന്ത് പലചരക്ക് കടയാണ്, പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ ആ രീതിയിലുള്ള ഉഡായ്പാണ് പാകിസ്ഥാൻ ഇറക്കിയത്. ആ ഉഡായ്പിനെയാണ് ഇപ്പോൾ ഫ്രാൻസ് പൊളിച്ചെടുക്കുന്നത്. ഇതെല്ലാം തന്നെ ചൈനീസ് ആയുധങ്ങളുടെ വിൽപ്പന ഉയർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച യുക്തിയാണ്. പക്ഷെ അതെല്ലാം തന്നെ അടപടലം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചത്. പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ലാത്ത മാധ്യമങ്ങളോ മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഇത് പബ്ലിഷ് ചെയ്തില്ല. അത് തന്നെ ഇതിൻ്റെ ഫേക്ക് നറേറ്റീവിൻ്റെ ആദ്യത്തെ സൂചനയാണ്. റിപ്പോർട്ടർ സമാൻ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ വാർത്തകൾ അടിച്ചിറക്കിയത്, പാകിസ്ഥാനിയാണ്. എന്നിട്ട് ഇവനെ പിന്തുടർന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള മാധ്യമങ്ങൾ, ഡോൺ പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനും ചൈനയും കൂടി ചേർന്ന് സംയുക്തമായിട്ട് വ്യാജ വാർത്ത അടിച്ചിറക്കിയതാണ്. റഫേലിനെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യയുമായിട്ടുള്ള 114 റഫേൽ ഫൈറ്റർ ജെറ്റുകളുടെ ചർച്ചകൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്തകൾ അവർ അടിച്ചിറക്കിയത്. ചൈനീസ് ആയുധങ്ങളുടെ വിശ്വസ്തത കുറഞ്ഞതോടുകൂടിയാണ് ഈ രീതിയിലുള്ള ഉഡായ്പകൾക്ക് അവർ ഇറങ്ങിത്തിരിച്ചത്. ഇതിനിടയ്ക്ക് ഇന്തോനേഷ്യ പാകിസ്ഥാൻ സന്ദർശിക്കുകയുണ്ടായി. അവർ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിഫൻസ് സെക്യൂരിറ്റി എന്നുള്ള നിലയിലാണ് അവർ സന്ദർശിച്ചത്. പക്ഷേ അവിടെയും ഇന്തോനേഷ്യ J-17 വാങ്ങുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അവർ വീണ്ടും അടിച്ചിറക്കിയത്. 4ാമത്തെ രാജ്യം, അതായത് വിത്തിൻ 1 വീക്കിൽ 4 രാജ്യങ്ങളാണ് J-17 ഫൈറ്റർ ജെറ്റ് ഓർഡർ ചെയ്യുന്നത്. അതിന് J-17 ഫൈറ്റർ ജെറ്റ് എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ? ഉപയോഗിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് റിപ്പോർട്ടാണ്. അതും കൂടി ഫ്രഞ്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ വിറ്റുപോകത്തില്ല. അതൊരു ആക്ച്വൽ വെപ്പൺ ഡീലിങ്സിന്റെ രീതിയല്ല.
ഡിഫൻസ് മെറ്റീരിയൽസിൻ്റെ ഡീലിംഗ് അങ്ങനെ നടക്കില്ല. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പുള്ളിക്കാരൻ പറഞ്ഞത് J-17 അത്ര ഡിമാൻഡുള്ള ഫൈറ്റർ ജെറ്റാണ്, IMFന്റെ വായ്പ പോലും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം എന്നുള്ള നിലയിലുള്ള പ്രതീക്ഷകളൊക്കെയാണ് ഖാജ ആസിഫ് പറഞ്ഞു വെച്ചത്. അതായത് മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫേക്ക് നറേറ്റീവ് ഇറക്കിക്കഴിഞ്ഞാൽ അതിനെയും യൂട്ടിലൈസ് ചെയ്ത്, അതായത് ആ ഫേക്ക് നറേറ്റീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് ഒരു ഡിഫൻസ് മിനിസ്റ്റർക്ക് അറിയത്തില്ലേ രാജ്യത്ത് എന്താണ് നടക്കുന്നുള്ളത്, അത് മാധ്യമങ്ങളുടെ ഫേക്ക് നറേറ്റീവിനെ അത് തെറ്റായ സന്ദേശമാണ് അല്ലെങ്കിൽ തെറ്റായ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ലാതെ, അത്രയ്ക്ക് ജെന്യൂനിറ്റി പോലും ഇല്ലാതെ ആ ഫേക്ക് വാർത്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ശരിവെക്കുന്ന ഒരു ഡിഫൻസ് മിനിസ്റ്റർ എന്ത് തരത്തിലുള്ള ആൾക്കാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എന്തും പറയും, ഏതെങ്കിലും തരത്തിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കള്ളത്തരമാണെങ്കിലും അതിനെ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ്. J-17 42% ചൈനയിലും 58% പാകിസ്ഥാനുമാണ് നിർമ്മിക്കുന്നത്. ഇനിയിപ്പോൾ JF-17 ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഉള്ള രാജ്യങ്ങളുടെ പേര് കൂടി ഒന്ന് പറയാം. നൈജീരിയ 3 JF-17 ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിൽ നിന്ന് പർച്ചേസ് ചെയ്തു. മോശം പ്രകടനം, ഇപ്പോൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഒരു ബാധ്യതയായി ഹാങ്കറിൽ കിടക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇത് ഫ്രാൻസ് ഡയറക്റ്റായിട്ട് നൈജീരിയയുടെ അടുത്ത് റിപ്പോർട്ട് എടുത്ത് പറയുന്ന വിഷയമാണ്. ഇത് ഇപ്പോഴൊന്നും വാങ്ങിച്ച വിമാനങ്ങളല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിച്ചതാണ്. ഇതിന് സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതെല്ലാം തന്നെ മൂലയിൽ ഒതുക്കി വെച്ചിട്ട് ഇറ്റാലിയൻ ഫൈറ്റർ ജെറ്റാണ് നൈജീരിയ പിന്നീട് വാങ്ങിച്ചത്. M346FA എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് നൈജീരിയ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ഇറ്റാലിയൻ വിമാനമാണ്. പിന്നെ JF-17 നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇറ്റലിയുടെ വിമാനം വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അടുത്ത് മ്യാൻമർ 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർ JF-17 പർച്ചേസ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് സ്ട്രക്ചറൽ ക്രാക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. സ്ട്രക്ചറൽ ക്രാക്സ്, അതിന്റെ ഫ്യൂസിലേജ് ഒന്നും ശരിയായിട്ടില്ല, സ്ട്രക്ചറൽ ക്രാക്കാണ് അതിൽ അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് പാകിസ്ഥാനുമായിട്ട് മ്യാൻമറിന് തർക്കമായി. പിന്നീട് ചൈനയുമായിട്ട് ചേർന്ന് ബംഗ്ലാദേശിന്റെ ബോർഡറിലൂടെ റക്കൈൻ സ്റ്റേറ്റ് ത്രൂ ISIയുടെ വിളയാട്ടങ്ങളാണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ അവർക്ക് നടത്താൻ കഴിഞ്ഞത്. ഡയറക്റ്റ് ആയിട്ടുള്ള മ്യാൻമർ ബന്ധം വഷളായി പാകിസ്ഥാനുമായിട്ട്. അതിനെ തുടർന്ന് മ്യാൻമർ Su-30 എന്ന് പറഞ്ഞ റഷ്യൻ ഫൈറ്റർ ജെറ്റാണ് പിന്നീട് അവർ വാങ്ങിച്ചിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ J-10 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഒരു വേരിയന്റ് ആണ് JF-17 എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ J-10 പോലും ആരും വാങ്ങിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് എവിടെയെങ്കിലൊക്കെ തെളിയിക്കണ്ടേ. ഇന്തോനേഷ്യ പാകിസ്ഥാനൊക്കെ സന്ദർശിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അവസാനം അവർ 66 റഫേൽ ഫൈറ്റർ ജെറ്റിനാണ് ഓർഡർ കൊടുത്തത്. 66 റഫേൽ ഫൈറ്റർ ജെറ്റിനാണ് ഇന്തോനേഷ്യ ഓർഡർ കൊടുത്തത്. പ്രഭുവോ സുബിയാനോ എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചിട്ട് പോയ സമയത്ത് കൃത്യമായിട്ട് ഇന്ത്യയിൽ നടന്ന ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരം പുള്ളിക്കാരന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ വിസിറ്റ് ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ ഒരു ബാലൻസ് ആവുള്ളൂ. അപ്പം അങ്ങനെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് മേജർ മുസ്ലിം പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്തോനേഷ്യ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പാകിസ്ഥാനെ അങ്ങനെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തു, ഒരു ഫ്രണ്ട്ലി വിസിറ്റ് തന്നെയാണ്. പക്ഷെ അവർ അതിനെ മുതലാക്കിക്കൊണ്ട് JF-17 വാങ്ങാനാണ് വന്നത് എന്നുള്ള നിലയിൽ ആക്കി തീർത്തു. പക്ഷെ അതിനെ തുടർന്ന് കൃത്യമായിട്ട് പ്രഭുവോ സുബിയാന്തോ പോയിട്ട് ഓർഡർ ചെയ്തത് 66 റഫേൽ ഫൈറ്റർ ജെറ്റുകളാണ്. കാരണം പുള്ളിക്കാരന് സത്യം മനസ്സിലായി. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് 66 റഫേൽ ഫൈറ്റർ ജെറ്റുകൾക്കാണ് പുള്ളിക്കാരന് ഓർഡർ കൊടുത്തത്. നാട്ടുകാരനെല്ലാം മനസ്സിലായി ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. സൗദി അറേബ്യ JF-17 ബന്ധപ്പെട്ട ഓർഡർ ഒരു തരത്തിലുള്ള കൺഫർമേഷനും സൗദി അറേബ്യയുടെ പക്കൽ നിന്ന് വന്നിട്ടില്ല. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിക്ക് പോലും ഈ സൗദി അറേബ്യയുമായിട്ടുള്ള JF-17 ബന്ധപ്പെട്ട് ഒരു വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ്. സൗദിക്ക് F-15 യൂറോ ഫൈറ്റർ, F-35 ഇതാണ് അവരുടെ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ്. അസർബൈജാന്റെ കയ്യിൽ 16 JF-17 ഫൈറ്റർ ജെറ്റുകളുണ്ട്. പക്ഷെ അവർ ഹാപ്പിയല്ല, പെർഫോമൻസ് വളരെ വളരെ ലോ ആണ്. അതാണ് അസർബൈജാന്റെ റിപ്പോർട്ട്. ഫ്രഞ്ചിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് JF-17 വിശ്വാസയോഗ്യമല്ല. അതായത് മെജോറിറ്റി സ്ഥലങ്ങളിൽ അവർ എവിടെയൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ റിപ്പോർട്ടും പിന്നെ ബേസ്ഡ് ഓൺ ഇവരുടെ ഫേക്ക് നറേറ്റീവ്സ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ J-10 ബന്ധപ്പെട്ട് ഇവർ കമ്പാരിസൺ ചെയ്ത് നടത്തിയ സ്റ്റഡിയിലാണ് ഈ ഒരു റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഒരു ദുരന്തം, ഈ ദുരന്തം വേറെ ഒന്നുമില്ല, പാകിസ്ഥാൻ ഓൾറെഡി തന്നെ IMFൽ നിന്നൊക്കെ ലോൺ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവർക്ക് തന്നെ പലതവണയായിട്ട് ബെയിൽ ഔട്ട് കിട്ടുന്നില്ല. ആ രാജ്യത്ത് തന്നെ വല്ലാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷനാണ്. ഒരു സൈഡിൽ കൃഷിക്കാർക്ക് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലൂടെ കച്ചവടം നടത്താൻ പറ്റുന്നില്ല,
അവർ തന്നെ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലാണ്. ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ എത്ര ബുദ്ധിമുട്ടിയെങ്കിലും ട്രംപിന്റെ ഗാസ പീസ് ബോർഡിൽ നമ്മൾ മെമ്പർ ആവണം എന്ന് പറഞ്ഞിട്ട്, അതായത് ട്രംപിന്റെ തൊട്ടടുത്ത് നിന്ന് സംസാരിച്ച് ഇന്ത്യക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതായത് ട്രംപ് നമ്മുടെ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട്, അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട തുക അതാണ് ഭീമമായ തുക. $1 ബില്യൺ ഈ $1 ബില്യൺ കൊടുക്കണം. കൊടുത്താൽ മാത്രമാണ് ഗാസ പീസ് ബോർഡിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് ഈ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ അതിന് തയ്യാറല്ല. ഇന്ത്യ അതിനെ പതിയെ ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേറെ പണിയുണ്ട്. $1 ബില്യൺ കൊടുത്ത് ഗാസ പീസ് ബോർഡിൽ മെമ്പർ ആവേണ്ട ഒരാവശ്യം ഇന്ത്യക്കില്ല. അതുകൊണ്ട് ഇന്ത്യ അതിനെ വലിച്ചഴിച്ചും കൊണ്ടുപോകും. അതിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. ട്രംപ് ഇതിൽ അസ്വസ്ഥനാണ്. ഇന്ത്യയുടെ ഈ ഒരു നിലപാടിൽ ട്രംപ് അസ്വസ്ഥനാണ്. ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തുന്നു എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഇന്ത്യക്ക് വേറെ ഇവിടെ കാര്യങ്ങളുണ്ട്. ഇവിടെ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ലാതെ ട്രംപ് ഒരു അനൗൺസ്മെന്റ് കൊടുത്ത ഉടനെ പെട്ടെന്ന് അതിൽ തീർപ്പാക്കി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളുടെ 50% താരിഫ് ട്രംപ് കുറെ നാളുകൊണ്ട് തീർപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിലൊക്കെ ഒരു തീരുമാനങ്ങളാവട്ടെ. പിന്നെ ട്രംപ് മോദി മീറ്റിംഗ്, അത് ട്രംപ് താരിഫ് എടുത്ത് കളഞ്ഞാൽ മാത്രമേ നടക്കൂ. അതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരോടും ചോദിക്കാതെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഫോൺ കോൾ പോലും വിളിക്കാതെ തന്നെയാണല്ലോ ഈ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇപ്പം മാത്രം ഈ താരിഫ് എടുത്ത് മാറ്റാനും അതുപോലെ തന്നെ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ആക്ടിവേറ്റ് ചെയ്യാനും എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിക്കേണ്ടത്? ഇത് പ്രസിഡന്റ് ട്രംപിന്റെ കോളാണ്. അതുകൊണ്ട് ട്രംപുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കണം അത്രേ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. എന്നാൽ മാത്രമേ ഇതിലൊരു തീരുമാനമാവുകയുള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി ഹാവേർഡ് ലുട്നിക്ക് പറഞ്ഞു വെച്ചത്. അപ്പൊ എന്തായാലും ഇന്ത്യ ഇപ്പൊ ബിസിയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബിസിയാണ്. ഇവിടെ വേറെ പല കാര്യങ്ങളുണ്ട്. ഇന്ത്യ ആ വിഷയങ്ങളിൽ, ആ 2 വിഷയങ്ങളിലും ഇന്ത്യ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. റെസ്പോണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അടുത്ത ഫെബ്രുവരിയിലാണെങ്കിൽ ബ്രസീലിന്റെ പ്രസിഡന്റ് ലുല ഇന്ത്യ സന്ദർശിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുടരെ ഇന്ത്യ ബിസി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഫെബ്രുവരി 19 മുതൽ 21 വരെ ബ്രസീൽ ടീം ഇന്ത്യയിൽ ഉണ്ടാവും. പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യക്ക് മേലിൽ വീണ്ടും ഒരു ക്ലെയിം, അതായത് അഫ്ഗാനിസ്ഥാനെ കംപ്ലീറ്റ് ട്യൂൺ ചെയ്ത് നിർത്തുന്നത് ഇന്ത്യയാണ്. ഈ വ്യാപാര ബന്ധം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം തകർന്നതിന് കാരണം ഇന്ത്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലും നിലവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. അഫ്ഗാനിസ്ഥാൻ വേറൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാണ്, പാകിസ്ഥാൻ വേറൊരു രാജ്യമാണ്. അവർ തമ്മിലുള്ള പ്രശ്നം അവരാണ് പറഞ്ഞു തീർക്കേണ്ടത്, നമ്മളല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം അത് വേറെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, വി ഇഗ്നോർഡ് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സൈഡിൽ നിന്നും. അപ്പോൾ എന്തായാലും കുറെ രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ഗാസ പീസ് ബോർഡിൽ മെമ്പർ ആവാൻ എനിക്ക് വിരോധമൊന്നുമില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ ചൊല്ലി റഷ്യയുടെ കുറച്ച് ഫണ്ട് യൂറോപ്യൻസ് മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും $1 ബില്യനോ $2 ബില്യനോ നിങ്ങൾ ഗാസ പീസ് ബോർഡിലേക്ക് എടുത്തോളൂ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിക്കും യൂറോപ്പിന് ഒരു പണി കൊടുത്തു, അമേരിക്കയ്ക്ക് ഒരു പണി കൊടുത്തു. ഈ പൈസ എങ്ങനെയാണ്? ഇത് ലീഗലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പൈസയാണ്, അതിനെയാണ് ഇവർ മോഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ അവകാശപ്പെട്ട പൈസയാണോ ഇത്, അല്ലെങ്കിൽ ഗാസയ്ക്ക് അവകാശപ്പെട്ട പൈസയാണോ? ഇത് യൂറോപ്യൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം വളരെ ക്രൂഷ്യൽ പോയിന്റിൽ യൂറോപ്യൻസിനെ ഒരു സെൻട്രൽ പോയിന്റിൽ ഒരു ചോദ്യമുനയിൽ നിർത്തിയിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. ഗാസയ്ക്ക് $1 ബില്യൺ റഷ്യയുടെ കയ്യിൽ നിന്നും സീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോസൺ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുക്കാനാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.